ഹൈബിയുടൻ MP നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഹൈബിയുടൻ, എങ്ങനെ ഓർത്തെടുക്കാം ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംഭാവനകൾ? ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായപ്പോൾ നടത്തിയ ചരിത്രപരമായ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണങ്ങൾക്കപ്പുറം ലോക രാജ്യങ്ങൾ അദ്ദേഹത്തെ പ്രധാനമന്ത്രി എന്നതിനേക്കാൾ കൂടുതൽ ഒരു വേൾഡ് റിനൗണ്ട് ഇക്കണോമിസ്റ്റ് എന്നുള്ള രീതിയിലാണ് ആദരിച്ചിരുന്നത്. അദ്ദേഹം RBI ഗവർണറായിരുന്നു. സാമ്പത്തിക പരിഷ്കരണ മേഖലയിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ ചെറുതല്ല. ഗ്ലോബൽ ഇക്കണോമിക് റിസഷൻ ഉണ്ടായിരുന്ന സമയത്ത് വലിയ ബാങ്കുകൾ, ലോക ബാങ്കുകൾ, അമേരിക്കൻ ബാങ്കുകൾ എല്ലാം തകർന്നപ്പോഴും ഇന്ത്യയുടെ സമ്പദ്ഘടന തളരാതെ സംരക്ഷിച്ചത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഇക്കണോമിക് പോളിസീസ് ആയിരുന്നു. ഡിമോണിറ്റൈസേഷൻ പോലും ഇന്ത്യയിൽ നടപ്പായപ്പോൾ അതിനെ ഒരു പരിധി വരെ പ്രതിരോധിച്ചതും അദ്ദേഹത്തിന്റെ ബാങ്കിങ് രംഗത്തെ ഇക്കണോമിക് പോളിസീസ് ആയിരുന്നു. അപ്പോൾ ഒരു രാജ്യത്തിന്റെ തലവൻ എന്നതിനേക്കാൾ കൂടുതൽ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ യശസ് വാനോളം ഉയർത്തിയത് അദ്ദേഹത്തിന്റെ ഏറ്റവും എന്നാൽ അതിനേക്കാൾ കഠിനമായ കർക്കശമുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകളുമായിരുന്നു. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ഒരു വലിയ ഇടമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നന്ദി ശ്രീ ഹൈബിയുടൻ. ഡോക്ടർ മൻമോഹൻ സിംഗിനെ അനുസ്മരിച്ചതിന്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അന്തരിച്ചു. രാത്രി 9:51 ഡൽഹി എയിംസിൽ നിന്നും മരണം സ്ഥിരീകരിച്ചത്.